പൂജ. ആ വാതില് ചാരിയിട്ടേ ഉള്ളൂ. കൊള്ളാമോ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്തോ ഒരു അപാകത. എന്തു പറ്റി? ഇതാകെ കൂടി വലിച്ചു വാരി ഉടുത്ത പോലെ ഒരു ഫീല്. ഈ പ്ലീറ്റൊക്കെ ഒന്ന് ശരിയാക്ക്. എനിക്ക് സെറ്റ് കൊണ്ടെടുത്ത ശീലമല്ലല്ലോ. സാരി ആയിരുന്നെങ്കിൽ അത് നല്ല ലേറ്റായി പോകണ്ടല്ലേ? അല്ലെങ്കിൽ ടൗണിൽ പോയി ഞാൻ നല്ല അടിപൊളി സാരി വാങ്ങത്തില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ശീലിക്കണ്ടേ? പഴയ പോലെ ഒന്നും അല്ലല്ലോ. താനിപ്പോ ഒരു ഭാര്യയല്ലേ? മതി മതി, വേഗം ഇറങ്ങാം. ആമച്ചിയുടെ സ്വഭാവം അറിയാലോ. അതൊക്കെ അവിടെ കിടക്കും. താനവിടെ നിന്നേ, ഞാനേ പ്ലീറ്റ് പിടിച്ചു തരാം. അയ്യോ, അതൊന്നും വേണ്ട. വേണം. എന്റെ ഭാര്യ മര്യാദയ്ക്ക് സെറ്റും മുണ്ടെടുത്ത് ഇറങ്ങണത് എനിക്കൊരു അഭിമാനമല്ലടോ. അതുകൊണ്ടല്ലേ ഞാൻ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് കട തുറപ്പിച്ചിത് വാങ്ങിച്ചത്. താനൊന്ന് മര്യാദയ്ക്ക് നിൽക്കടോ. ഇനി എന്റെ പൊന്നും കൊടുത്തുന്നൊരു പൊട്ടിന്റെ കുറവുണ്ട്. ഓ, പൊന്നും കുടം പോലും തുരുമ്പ് കൊടടാ, തുരുമ്പ് കുടം. താനീ പൂ വയ്ക്കാൻ മറന്നു അല്ലേ? അയ്യോ, ഞാൻ സെറ്റ് കൊണ്ടെടുത്ത ടെൻഷനിൽ അത് വിട്ടുപോയി. ഇതല്ലേ മലയാളി മങ്കയുടെ മാസ്റ്റർ പീസ്. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചേലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്, തളിരണിയേ കനവുകളോ കസവണിയേ, മിഴികളിലും മൊഴികളിലും പൊന്നോണം പൊന്നോണം. ഞാൻ വല്ല രാജാരവിവർമ്മല്ലോ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കുത്തിപ്പിടിച്ചിരുന്ന് തന്നെ വരച്ചേനെ. ഒന്ന് പോടോ, ആളെ കളിയാക്കാതെ. അയ്യടാ, വരയ്ക്കാൻ പറ്റിയൊരു സാധനം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടോ. സംശയമുണ്ടേ താൻ കണ്ണടി നോക്കും. ഞാൻ പറഞ്ഞ സത്യാടോ. ഈ അപ്സരസുകളൊക്കെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയവരൊന്നും കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ ഈ കാഴ്ച. ഒരു അപ്സരസ്. ഈ ചെറുക്കൻ എന്താ കണ്ണില്ലേ? ഞാൻ അപ്സരസ് ആണെങ്കിൽ താൻ ഗന്ധർവന. അതിനെ കുറിച്ച് സത്യമുണ്ട്. ശ്വാസം തേടി വാതിൽ പടിയേറി കന്നീളം കാറ്റ്. അയ്യോ, ആദ്യക്കുട്ടാ, പൂജമോളെ. മുത്തശ്ശി. ആഹാ, നിങ്ങൾ ഇതുവരെയായിട്ട് ഒരുങ്ങി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മുത്തശ്ശി. എന്നാ പെട്ടെന്നാവട്ടെ. ആ പാവം ആമി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി നോക്കി മടുത്തു. ഞങ്ങള് ഇറങ്ങാം മുത്തശ്ശി. ശരി മക്കളെ, വേഗം വാ. നിങ്ങളെ യാത്രയാക്കിയിട്ട് വേണം എനിക്ക് ധ്യാനം തുടങ്ങാൻ. ശരി, വരൂ. ചളമായി. എന്ത്? അല്ല,
ആമച്ചേച്ചി എല്ലാം ഒളിഞ്ഞു നോക്കി കണ്ടോന്ന്. ആണോ? എന്നാ പിന്നെ ഇതുകൂടെ കാണട്ടെ. എന്താ? ഇയൊക്കെ ഒരു നാണോ ഇല്ലേ? ഇല്ല. ശ്ശോ, ഈ പത്രം നിറച്ച് വാർത്തയാണല്ലോ. ആഹാ, ഒളിഞ്ഞു നോട്ടമൊക്കെ കഴിഞ്ഞ് നീങ്ങി വന്നുവോ? എന്താ മുത്തശ്ശി? ഒന്നുമില്ല, ദത്തൻ എവിടെയെന്ന് ചോദിച്ചതാ. എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ, ഇപ്പൊ വരും. ചേടാ, ഈ നേരത്തെ ഇയാൾ ഇത് എന്തു വാങ്ങാൻ പോയതാ? എനിക്കറിയില്ല. പുറപ്പെടേണ്ട സമയമായല്ലോ. പ്രഭാത പൂജ കഴിയുന്നതിന് മുമ്പ് അങ്ങ് എത്തണ്ടേ? ഇപ്പൊ തന്നെ 8 മണി കഴിഞ്ഞു. അല്ല, അളീനവിടെ ചേച്ചി? അതല്ലേ രസം. ഈ നേരമില്ലാത്ത നേരത്ത് ഇവൾ അയാളെ എവിടെയോ പറഞ്ഞയച്ചിരിക്കുന്നു. അയ്യോ, ഞാനങ്ങ് പറഞ്ഞു വിട്ടതല്ല. ദത്തേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ.